രാജാവായിട്ട് ഇദ്രിസ് സ്ഥാനമേറ്റു എങ്കിലും അയാൾ പാശ്ചാത്യ ശക്തികളുടെ കയ്യിലെ വെറും ഒരു റബ്ബർ സ്റ്റാമ്പായിരുന്നു. ഗദ്ദാഫിക്ക് ബാല്യകാലത്ത് ലഭിച്ച വിദ്യാഭ്യാസമൊക്കെ സ്വാഭാവികമായും തികച്ചും മതപരമായിരുന്നു. തുടർന്ന് കുടുംബത്തോടെ സിർട്ടയിലേക്ക് താമസം മാറിയപ്പോഴാണ് പ്രൈമറി വിദ്യാഭ്യാസം നേടുവാനുള്ള അവസരമൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. വിദ്യാഭ്യാസത്തിന് നല്ല വില കൽപ്പിച്ചിരുന്ന ഗദ്ദാഫിയുടെ പിതാവ് കടുത്ത സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും തനിക്ക് ലഭ്യമാകാതിരുന്ന വിജ്ഞാനവും അറിവുമൊക്കെ തൻ്റെ മകന് നേടിക്കൊടുക്കുവാൻ വേണ്ടി എല്ലാവിധ സാഹചര്യങ്ങളും ഗദ്ദാഫിക്ക് അദ്ദേഹം ഒരുക്കി കൊടുത്തിരുന്നു. വെറും ദരിദ്രനായിരുന്ന ബെഡുയിൻ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രാമീണനായ ഗദ്ദാഫിക്ക് നഗരവാസികളായ സമ്പന്നരായ സഹപാഠികളിൽ നിന്നും ഒട്ടേറെ ദുരനുഭവങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും സ്കൂൾ പഠനകാലത്ത് ഒരുപടി നല്ല സുഹൃത്തുക്കളെ അദ്ദേഹം സമ്പാദിച്ചിരുന്നു. പിൽക്കാലത്ത് ലിബിയയുടെ തലപ്പത്ത് അദ്ദേഹം അധികാരത്തിലെത്തിയപ്പോൾ കൂടെയുണ്ടായിരുന്ന അബ്ദുൽ സലാം ജുലൂത്ത് ആ സഹപാഠികളിൽ ഒരാൾ മാത്രമാണ്. അക്കാലത്ത് ഈജിപ്തിൽ നടമാടിക്കൊണ്ടിരുന്ന ഒട്ടേറെ രാഷ്ട്രീയ നാടകങ്ങളൊക്കെ ചില ഈജിപ്ഷ്യൻ അധ്യാപകരിൽ നിന്നും ഗദ്ദാഫി അന്നേ മനസ്സിലാക്കി വെച്ചിരുന്നു. അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്തിന്റെ പ്രസിഡന്റായിരുന്ന ഗമാൽ അബ്ദുൽ നാസർ ഗദ്ദാഫിയുടെ ഇഷ്ട നേതാവായിരുന്നു. നാസർ നടപ്പിലാക്കിയ രാഷ്ട്രീയ നയങ്ങളൊക്കെ ഗദ്ദാഫിയെ വല്ലാതെ സ്വാധീനിച്ചു. മുതലാളിത്വത്തിൽ നിന്നും സോഷ്യലിസത്തിലേക്ക് ഉള്ള പരിവർത്തനം ലോകത്തിന് അനിവാര്യമാണ് എന്ന് വാദിച്ചിരുന്ന ആളായിരുന്നു നാസർ. അതിനുവേണ്ടി അട്ടിമറി എങ്ങനെയൊക്കെ നടത്താം എന്ന് വിശദീകരിക്കുന്ന ഫിലോസഫി ഓഫ് ദി റവല്യൂഷൻ എന്ന നാസറിന്റെ പുസ്തകം ഗദ്ദാഫിക്ക് വേദപുസ്തകമായി മാറി. ഒരു ഈജിപ്ഷ്യൻ അധ്യാപകനായിരുന്ന മുഹമ്മദ് എഫയുടെ അഭിപ്രായത്തിൽ വിജയകരമായ വിപ്ലവത്തിന് ശക്തമായൊരു സൈന്യത്തിന്റെ പിന്തുണ വേണം എന്ന് അദ്ദേഹം ചെറുപ്പക്കാരെ ഉത്ബോധിപ്പിച്ചിരുന്നു. എന്തായാലും ഈ സ്കൂൾ കാലഘട്ടം ഗദ്ദാഫിയിലെ വിപ്ലവകാരെ ഉണർത്തിവിടുവാനായിട്ട് നന്നായി സ്വാധീനിച്ചു. അക്കാലത്ത് ഗദ്ദാഫി ചില പ്രകടനങ്ങൾ സംഘടിപ്പിക്കുകയും രാജവാഴ്ചയ്ക്കെതിരെ പോസ്റ്ററുകളൊക്കെ വിതരണം ചെയ്യുകയുമൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏർപ്പെട്ടു. മദ്യം വിളമ്പിയിരുന്ന ഒരു ഹോട്ടലിലെ ജനാലകളൊക്കെ അടിച്ചു തകർത്തു. അങ്ങനെ അധികാരികൾക്ക് ഗദ്ദാഫി ഒരു തലവേദനയായി ഗദ്ദാഫിയുടെ കുടുംബത്തെ സഭയിൽ നിന്നും പുറത്താക്കുകയുണ്ടായി. പിന്നീട് അവർ കുടുംബമായി മിശ്രതയിലേക്ക് താമസം മാറ്റുന്നു. തുടർന്നുള്ള പഠനവും അവിടെയായിരുന്നു.